90 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1931 ഇതുപോലൊരു ദിവസം ഡിസംബർ 25 ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ യാത്രക്കാർ ക്രിസ്മസ് കപ്പലിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ കപ്പലിൽ വളരെ പ്രസിദ്ധനായൊരു ഇന്ത്യക്കാരൻ യാത്ര ചെയ്യുന്നുണ്ട്. അത് ഗാന്ധിജിയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വരിക. അപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുന്നവർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, ഗാന്ധിജിയോട് ഒരു ക്രിസ്മസ് സന്ദേശം പറയാനായിട്ട് ആവശ്യപ്പെട്ടു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഗാന്ധിജി അതിലെ ക്രിസ്മസ് സമ്മേളനത്തിൽ, ആഘോഷത്തിൽ ഒരു ക്രിസ്മസ് സന്ദേശം നൽകി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിയെ മഹാത്മാഗാന്ധിയാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച 3 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ. ഞാനിപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം, ഗാന്ധിജി ബൈബിള് വളരെ ആധികാരികമായും ആഴത്തിലും പഠിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി അവിടെ ഒരു ചെറിയ സന്ദേശം, ഒരു ക്രിസ്മസ് സന്ദേശം ആ കപ്പലിൽ നൽകിയത്. അപ്പോൾ ആ സന്ദേശത്തിൽ ഗാന്ധിജി പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിലെ യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് സന്ദേശം എന്താണ് എന്നുള്ളതാണ്. ഗാന്ധിജി പറയുന്നത് ബൈബിളിൽ ഒരു ക്രിസ്മസ് സന്ദേശമുണ്ട്, അതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ജീസസ് ഭൂമിയിൽ ജനിച്ച ആ വലിയ വാർത്ത ദേവദൂതന്മാരാണ് അറിയിക്കുന്നത്. അവരത് ഈ രാത്രിയിൽ ഈ മഞ്ഞിനെ ചെറുക്കുന്നതിന് വേണ്ടി തീ കാഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആട്ടിടയന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. അതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. അപ്പോൾ ഗാന്ധിജി പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ സന്ദേശം. അതായത് ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. സമാധാനം ഭൂമിയിൽ എല്ലാവർക്കും എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അല്ലെങ്കിൽ ജീസസിൻ്റെ ജനനം സമാധാനത്തിൻ്റെ ജനനമായിട്ടാണ് ബൈബിൾ പറയുന്നത്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, മനുഷ്യർക്ക് സമാധാനം എന്നല്ല പറഞ്ഞത്, ഭൂമിയിൽ സമാധാനം എന്നാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, അതായത് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും ഒക്കെ സമാധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹത്വം ദൈവത്തിനും ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങൾക്ക് സമാധാനവും. ഇപ്പോൾ ജീസസിൻ്റെ ജനനം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജയന്തിയാണല്ലോ ക്രിസ്മസ്. അപ്പം ജീസസിൻ്റെ ജനനം എന്ന് പറയുന്നത് ഭൂമിയിൽ സമാധാനത്തിൻ്റെ ജനനം ആണ് എന്ന് ഗാന്ധിജി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുക. പക്ഷേ അതോടൊപ്പം ഗാന്ധിജി ഒരു ആശങ്ക അല്ലെങ്കിൽ തൻ്റെ ഒരു ആകുലത കൂടെ അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഭൂമിയിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കോടിക്കണക്കിന് ആളുകൾ വലയുമ്പോൾ എങ്ങനെയാണ് ഈ സമാധാനം ജനിക്കുന്നത് എന്ന് ഗാന്ധിജി ആകുലപ്പെടുന്നുണ്ട്. കോടിക്കണക്കിന് ആളുകളാണ് കൊടും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നത്. അപ്പോൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും സമാധാനം ഉണ്ടാകുമോ? മറ്റൊന്ന്, അതുപോലെ തന്നെ അനേകായിരം ആളുകൾ അസ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കൊടിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പേരിലുള്ള യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം എങ്ങനെയാണ് സമാധാനം ജനിക്കുന്നത്? 1931 ഈ സംഭവം. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്ന കാലഘട്ടമാണത്. അതുകൊണ്ടാണ് ഗാന്ധിജി അത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്, ലോകരാജ്യങ്ങൾ വലിയ യുദ്ധങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ കെടുതികളിൽ നിന്ന് ലോകം പതുക്കെ കരകയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജി ചോദിക്കുന്നത്, ഈ വലിയ യുദ്ധങ്ങൾക്ക് വേണ്ടി ഈ രാജ്യങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ
ഈ പറയുന്ന സമാധാനം, ബൈബിളിൽ പറയുന്ന സമാധാനം എങ്ങനെയാണ് ജനിക്കുന്നത്, ക്രിസ്മസിലൂടെ ലഭിക്കേണ്ട സമാധാനം എങ്ങനെ ലഭിക്കും എന്ന് ഗാന്ധിജി ആകുലപ്പെടുകയാണ്. പിന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രണ്ടാം ലോകമഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധത്തേക്കാൾ ഭീകരമായി പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വൈരുദ്ധ്യമാണ്. ഗാന്ധിജി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സന്ദേശത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ജീസസിൻ്റെ ജനനം പുതിയ നിയമങ്ങളുടെ ജനനമാണ് എന്നുള്ളതാണ്. ബൈബിള് നമുക്കറിയാം പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്, പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും. അപ്പോൾ ജീസസിൻ്റെ ജനനത്തോടു കൂടിയാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഈ പുതിയ നിയമങ്ങൾ? ജീസസിനെ തർക്കത്തിൽ കുരുക്കുന്നതിന് വേണ്ടി പരീശന്മാർ വന്നിട്ട് ഒരിക്കൽ ജീസസിനോട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന്. പഴയ നിയമത്തിലാണ് 10 കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് 10 കൽപ്പനകൾ. ഈ 10 നിയമങ്ങൾ ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീസസിനെ കുരുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന്. കാരണം ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഏത് പറഞ്ഞാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കിക്കുന്നതിനും കുരുക്കുന്നതിനും വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷേ എല്ലാവരെയും, ലോകത്തെ മുഴുവൻ ജീസസ് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ജീസസ് ഈ 10 കൽപ്പനകളെയും പറഞ്ഞില്ല. ഒരു പുതിയ കൽപ്പന പുതിയ നിയമത്തിൽ ജീസസ് വെക്കുകയാണ്. അതിങ്ങനെയാണ്, നിങ്ങളുടെ സഹജീവിയെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. സഹജീവി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള സഹജീവികൾ, അത് മരങ്ങളും സസ്യങ്ങളും ജീവജാലങ്ങൾ, ജന്തുക്കളും മൃഗങ്ങളും മനുഷ്യനും, പ്രകൃതിയാണ് ഉദ്ദേശിച്ചത്. ഇത് ജീസസ് പുതിയ നിയമത്തിൽ വെച്ച ഈ കൽപ്പന നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ പരിസ്ഥിതിവാദമൊന്നും ഉയർത്തേണ്ടി വരില്ലായിരുന്നു. അത് മറ്റൊരു കാര്യം, ഞാനിത് സാന്ദർഭികവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ജീസസ് പുതിയ നിയമത്തിൽ അവതരിപ്പിച്ച സ്നേഹിക്കുക എന്ന് പറയുന്ന പുതിയ ഒരു നിയമം ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറി. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു മതം എന്ന് പറയുന്ന ഈ പ്രബലമായ മതം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഗാന്ധി അവിടെ പറയുന്നത് ജീസസിൻ്റെ ജനനം പുതിയ നിയമങ്ങളുടെ ജനനമാണ്. രണ്ടാമത്തേത്, പഴയ നിയമത്തിൽ ആരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ അഥവാ പള്ളികളും അതിലെ ആചാരങ്ങളുമായിരുന്നു. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ ഉടനീളം പരിശോധിച്ചാൽ നമ്മൾക്കത് മനസ്സിലാവും. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ജീസസ് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യമാണ്, നിങ്ങൾ സത്യത്തെ ആരാധിക്കുക എന്ന് പറയുക. അപ്പോൾ ഒരു പുതിയ നിയമത്തിൽ ജീസസ് വെക്കുന്ന കാര്യം സത്യത്തെ ആരാധിക്കുക എന്നൊരു പുതിയ നിയമം ജീസസ് അവിടെ അവതരിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരാധനാലയങ്ങൾക്കുപരി സത്യത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ജീസസ് വെക്കുന്ന നിയമം. പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതായിരുന്നു. ഏത് പാപത്തിനും കടുത്ത ശിക്ഷ അത് നടപ്പിലാക്കുന്ന രീതികളുമായിരുന്നു പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജീസസിൻ്റെ കാലഘട്ടത്തിൽ ഉടനീളം കാണാം, കൊടുംപാപിനിയായിട്ടുള്ള സ്ത്രീയെ ജീസസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പഴയ നിയമം അനുസരിച്ച് അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കേണ്ടതാണ്, കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. പക്ഷേ ജീസസ് അവരോട് പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്ന ഒരു പുതിയ നിയമം ജീസസ് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം ജീസസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ക്രൂശിൽ കൊടും പീഡനങ്ങളിൽ കഷ്ടപ്പെടുന്ന സമയത്ത് ജീസസിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരു കൊടും ഭീകരൻ, ജീവിതകാലം മുഴുവൻ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയിരുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ വേദനയിൽ ജീസസിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്, ഒരു പശ്ചാത്താപം. ജീസസ് അപ്പോൾ അവനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ജീസസ് ക്ഷമിക്കുകയാണ്. അപ്പോൾ ജീസസ് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ നിയമം എന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട പുതിയ നിയമങ്ങൾ ജീസസിൻ്റെ ജനനത്തോടു കൂടി ജനിക്കപ്പെടുകയാണ് ലോകത്ത്. അതൊന്ന് സ്നേഹമാണ്,
2 സത്യമാണ്, 3 ക്ഷമയാണ്. അപ്പം സ്നേഹം, സത്യം, ക്ഷമ എന്നീ പുതിയ നിയമങ്ങളുടെ ജനനമാണ് ക്രിസ്മസ് എന്ന് ഗാന്ധിജി ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ഭൂമിയിൽ സമാധാനവും പുതിയ നിയമങ്ങളായ സ്നേഹം, സത്യം, ക്ഷമ എന്നിവയുടെ ജനനവുമാണ് ക്രിസ്തു ജയന്തിയിലൂടെ സംഭവിക്കുന്നത്, ഓർക്കേണ്ടത് എന്ന ഗാന്ധിജിയുടെ ചിന്ത ആണ് എനിക്കും പങ്കുവെക്കാനുള്ളത്.